വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാവാസാക്കി ZH2 എന്ന് പറയുന്നൊരു ബൈക്ക് ഉണ്ട്, ഒരു പെർഫോമൻസ് ബൈക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ZH2 എന്ന് പറയുമ്പോൾ അത് 1000 cc ഉള്ള ബൈക്കാണ്. അപ്പോൾ അതിലൊരു സൂപ്പർ ചാർജർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ചാർജർ സാധാരണ റേഞ്ച് റോവർ അതേപോലെ തന്നെ മസ്താങ് ഇങ്ങനെ കുറേ വാഹനങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇതിൽ സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇവർ ഈ ഒരു ബൈക്കിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒട്ടുമിക്ക വാഹനങ്ങളിലും ടർബോ ചാർജറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സൂപ്പർ ചാർജർ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇനീഷ്യൽ പിക്കപ്പ് കൂടുതലായിരിക്കും. ഈ ഒരു വാഹനം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു പവർ കൂടുതലായിരിക്കും ഈ ഒരു വാഹനത്തിന്. അതുകൊണ്ട് തന്നെ അത് 200 bhp പവറുണ്ട് ഈ ഒരു ബൈക്കിന്. അത് കൂടാതെ 1000 cc ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, നേരിട്ട് കാണാം ഈ ഒരു ബൈക്കിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ഘടകങ്ങളൊക്കെ. ഇവനാണ് കാവാസാക്കി ZH2 എന്ന് പറയുന്നത് ആ മോഡൽ. അപ്പോൾ ഇത് ഒന്നൊന്നര ബൈക്ക് തന്നെ കേട്ടോ സംഭവം. അത് കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്കിലൊക്കെയാണ് അവർ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബ്രാംബോൻ്റെ കാലിബറൊക്കെ ഇവിടെ കാണാം. നല്ല അടിപൊളി കാലിബർ, ഡിസ്ക് ബ്രേക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അതിൻ്റെ റേഡിയേറ്റർ, വലിയൊരു റേഡിയേറ്ററൊക്കെ കേട്ടുള്ളത്. ഇപ്പോൾ എനിക്കൊന്ന് ആൾട്ടോൻ്റെയൊക്കെ റേഡിയേറ്ററിന് അത്ര വലുപ്പമുണ്ട്. അതേപോലെ 4 എക്സോസ്റ്റ് പൈപ്പുകളൊക്കെ കാണാം. 4 സിലിണ്ടറാണ് ഈ ഒരു ബൈക്ക്. 1000 cc ഉണ്ട്. അതേപോലെ എൻജിൻ ഓയിൽ, കൂളർ, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതേപോലെ ഇതിന് ത്രോട്ടിൽ ബോഡിയൊക്കെ ഉണ്ട്. ഇതിന് സൂപ്പർ ചാർജർ ഇവിടെ കാണാം. സൂപ്പർ ചാർജർ അതിൻ്റെ മെക്കാനിസങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അതുപോലെ ഇതിന് ആക്സിലേറ്ററിന് ഈ ഒരു കേബിളൊന്നും വരുന്നില്ല. ഇതിന് ത്രോട്ടിൽ ബോഡി ഉള്ളതുകൊണ്ട് കാറിനുള്ള അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഈ ഒരു ബൈക്കിനുള്ളത്. ഒട്ടുമിക്ക വില കൂടിയ വാഹനങ്ങളിലൊക്കെ ത്രോട്ടിൽ ബോഡിയാണ് വരുന്നത്. അതിന് ആക്സിലേറ്റർ കേബിൾ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ അതിൻ്റെ ബ്രേക്ക് സിലിണ്ടർ, അതേപോലെ റിയറിലെ ഷോക്ക് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്കായിട്ട് കാണാം. അതേപോലെ റിയറിൽ ഇതിൻ്റെ വീതിയേറിയ ടയറും അതേപോലെ തന്നെ ഇതിൻ്റെ ചെയിൻ, സ്പോക്കറ്റ് സംഭവങ്ങളൊക്കെ കാണാം. ചെയിൻ നല്ല കട്ടിയുള്ള ചെയിനാണ്. അതുപോലെ റിയറിലെ സിങ്ങാം, അതിൻ്റെ റിയറിലെ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക്കലി. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ എൻജിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ആ ഒരു ക്ലച്ചിൻ്റെ ഭാഗങ്ങൾ, അതേപോലെ ഇതിൻ്റെ ചെയ്സൊക്കെ ഇതിൽ പോകുന്നുണ്ട്. റേഡിയേറ്ററിലേക്ക് പോകുന്ന ഓസ് കാര്യങ്ങൾ, അതേപോലെ സിലിണ്ടർ ഹെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ക്ലച്ചിൻ്റെ സിലിണ്ടറൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ സൂപ്പർ ചാർജർ ഇവിടെ കാണാം. ഈ ഒരു വരുന്ന ഓസ് സൂപ്പർ ചാർജറിലേക്ക് എയർ പോകുന്ന ഓസാണ്. ഇത് എൻജിൻ്റെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ ഒരു ഓസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ ഫിൽറ്ററൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നേർക്ക് ഈ ഒരു സൂപ്പർ ചാർജറിൻ്റെ അകത്തേക്കാണ് ഈ എയർ പോകുന്നത്. ഈ ഒരു സൂപ്പർ ചാർജർ പിന്നീട് എൻജിൻ്റെ അകത്തേക്ക് എയറിനെ പമ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് അത്ര പവർ കൂടാനുള്ള കാരണം. അതാണ് ആ എയർ ഇൻടേക്ക്. ഈ സൈഡിൽ ഇൻടേക്ക് ഇല്ല. ഈ സൈഡിൽ ഒരു ഡമ്മി ഇങ്ങനെ കൊടുത്താണ് അവർ. ആ സൈഡിലാണ് ഈ സൂപ്പർ ചാർജറിൻ്റെ അകത്തേക്ക് എയർ പോകാനുള്ള ഓസ്. കാവാസാക്കി നിർമ്മിക്കുന്ന ബൈക്കുകളൊക്കെ അതിമാരകമായ ബൈക്കുകളാട്ടോ. അതിൻ്റെ ലുക്കിലും അതിൻ്റെ എൻജിൻ്റെ പെർഫോമൻസിനും കാര്യങ്ങളിലൊക്കെ. അതേപോലെ ഇതിന് എൻജിൻ ബ്രേക്ക്, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ABS, ഇങ്ങനെ കുറേ കോർണറിങ് എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വാഹനം വളവുകൾ കഴിയുമ്പോൾ വാഹനം സ്ലിപ്പാവാതിരിക്കാനുള്ള സംഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളും ഇതിൻ്റെ സോഫ്റ്റ്വെയറുകളും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അത്യാവശ്യം ഈ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് കയ്യിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഇതിൻ്റെ ക്ലച്ച് സിലിണ്ടർ കാണാം കേട്ടോ. ഇത് ഹൈഡ്രോളിക് ക്ലച്ചാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോളിക് പൈപ്പോ കാണാം. അതുപോലെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടറൊക്കെ അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇതിന് സ്ലിപ്പർ ക്ലച്ച് തന്നെ മെക്കാനിസം സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഫാസ്റ്റ് ഷിഫ്റ്റിങ് ഗിയർ മെക്കാനിസം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. ഇതിൻ്റെ ഗിയർ ലിവറൊക്കെ കൂടെ കാണാം. അതിമാരകമായ ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണുള്ളത് ഈ ഒരു വാഹനത്തിന് അത്ര പവർഫുൾ ആക്കുന്നത്. നല്ല എഞ്ചിനീയറിങ് ടെക്നോളജി കേട്ടോ അവന്മാരെ. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഡൈനാമോ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കേബിളുകളൊക്കെ ഇതിൽ പോകുന്നുണ്ട്. കാവാസാക്കിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ കഴിവാട്ടോ ഇവിടെ കാണുന്നത്. അതിമാരകമായ എഞ്ചിനും അതിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ. അതേപോലെ അതിൻ്റെ റിയറിലെ ആ ഒരു ഷോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇവിടെ കാണാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ ചെയിൻ ഇവിടെ കാണാം. ചെയിൻ നല്ല കട്ടിയുള്ള ചെയിനാണ്. അതേപോലെ ഹൈ സ്ട്രോങ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചെയിനാണ് ഇത്. ലോങ് ലൈഫ്, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഹൈ ടോർക്കുള്ള ബൈക്ക് അതിനെ കൊണ്ട്. ഈ ചെറിയ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.